എത്ര അനുസ്മരണ സദസ്സും ആണ്ടും സംഘടിപ്പിച്ചാലും അതിനെത്ര നമ്മൾ സഹായിച്ചാലും ഇൽമനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. ജീവിതം മാറണം. കുറേ കാണാൻ പാടില്ല എന്നൊരു സംഗതിയെപ്പറ്റി പറഞ്ഞ് കാണാൻ പാടില്ല. പിന്നെ അവിടെ മസല ചോദിക്കാൻ വരരുത്. ഞാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ചേഞ്ച് വരുത്തേണ്ടത്? എനിക്ക് തോന്നും പോലെയല്ല, അതിന് ഒരു സ്കെയിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു ഇത്തിബാ ഉണ്ട്. ആ ഇത്തിബായിൽ നീങ്ങണം. ഉദാഹരണമായി പറഞ്ഞാൽ എൻ്റെ നഖം, ആ നഖം എല്ലാം മുറിക്കേണ്ട നഖമാണ്. വളർത്തേണ്ട നഖമുണ്ടോ? ഇല്ലല്ല, ദീനിൽ അങ്ങനെ ഒന്നുമില്ല. ഉസ്താദെ ചെറുവിരലിൻ്റെ ഒന്നിങ്ങനെ, എന്താ ചെറുവിരലിൻ്റെ ആയിട്ടൊരു പ്രത്യേകത? അല്ല, തള്ളവിരലിൻ്റെ ഒന്നിങ്ങനെ അങ്ങനെ ഉണ്ടാ? എല്ലാ നഖങ്ങളും വെട്ടേണ്ടതാണ്. ഒറ്റ നഖവും വളർത്താൻ പഠിപ്പിക്കപ്പെട്ടില്ല. ഉണ്ടോ? അപ്പോൾ ഉസ്താദെ അയാൾ വസ്ത്രം തുന്നുന്ന ആളാണെങ്കിൽ അതിന് മായ്ക്ക് വാങ്ങിയാൽ മതിയല്ലോ, നല്ല ചോക്ക് വാങ്ങിയാൽ മതി വരയിടാൻ, അല്ലേ? ചോക്ക് കിട്ടൂലേ? ചോക്ക് കിട്ടും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പെൻസിലോ അല്ലെങ്കിൽ അതിനുള്ള മാർക്കറോ മറ്റോ വാങ്ങിയാൽ മതി. അതിന് നീട്ടണമെന്നുണ്ടോ? ഒന്നുമില്ല. നീട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. നഖം നീട്ടിയാൽ ഇജാബത്ത് വരെ തടയപ്പെടും. നഖം അങ്ങനെ വളർത്തിയാൽ ഒരു നഖമാണെങ്കിലും രണ്ട് നഖമാണെങ്കിലും പറ്റില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്, പുരുഷന്മാരോട് കൽപ്പിച്ചത് വെള്ളിമോതിരം ധരിക്കാനാണ്. എന്ത് മോതിരം? വെള്ളിമോതിരം. അപ്പോൾ നമുക്കൊരു ഇടങ്ങേറ്, വെള്ളിമോതിരത്തിനൊക്കെ പൈസ എത്ര ആകും? ബാക്കി എല്ലാറ്റിനും പൈസ 500-400 ഒരു മാസം കയറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത മഹാന്മാരാണ് നമ്മൾ. ഒരു വെള്ളിമോതിരം വാങ്ങാൻ മാത്രം ഒരു പിശുക്ക്. അവിടെ നമ്മൾ കൊണ്ടുപോയി ഒരു ചിരട്ട മോതിരം ഇടുക. അല്ലെങ്കിൽ എന്ത് മോതിരം? ഒരു റിങ്, കുട്ടികളെ കഴുത്തിലും കാതിലൊക്കെ തൂക്കാൻ പറ്റിയ ഒരു റിങ്, ഒരു ഇരുമ്പിൻ്റെത്. അതല്ല ധരിക്കേണ്ടത്, വെള്ളിയുടെ മോതിര ധരിക്കേണ്ടത്. എത്ര മോതിര ധരിക്കേണ്ടത്? 1, 2, 3 വേണം? ഇല്ല, 1-ലധികം പുരുഷന്മാർക്ക് കറാഹത്താണ്. 1 ധരിക്കേണ്ടത്. 1 മോതിര വിരലിലല്ല, ചെറിയ വിരലിൽ, വലത്തെ കൈയിൻ്റെ ചെറുവിരലിലോ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിലോ 1. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്കൊരു അഭിപ്രായം, ഉസ്താദെ കുറേ മോതിരമുണ്ട്, 1 ഏർവാടിയിൽ നിന്ന് കിട്ടിയതാണ്, 1 നാഗൂരിൽ നിന്ന് കിട്ടിയതാണ്, 1 അജ്മീറിൽ നിന്ന് കിട്ടിയത്. ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം 1 ഇട്ടോളി, പിറ്റേ ദിവസം മറ്റേത് ഇട്ടോളി, 3-ാമത്തെ ദിവസം വേറെ ഇട്ടോട്ടെ, കുഴപ്പമുണ്ടോ? ഒക്കെ കൂടി ഇടണ? അത് വേണ്ട. അത് ഒരു വൃത്തിക്കും ഭംഗിക്കും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങ് പഠിപ്പിച്ചതല്ലത്. 1-നുള്ള ആ ഒരു സൗന്ദര്യം 2-3 വന്നാൽ ഉണ്ടാകൂല. 2-3 വന്ന ആളുകൾ ചോദിക്കും, ഇതെന്താ സുഖമില്ലാത്ത ആളാണോ? 1 മതി, അതാണ് ഭംഗിക്ക് നല്ലത്.